ഹലോ മക്കൾസ്, ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് മക്കളെ. ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള, എന്നാൽ നമ്മൾ എല്ലാ പ്രാവശ്യങ്ങളും ഹിസ്റ്ററിയുമായിട്ട് അല്ലെങ്കിൽ ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഭാഗമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം. മക്കളെ, 10ാം ക്ലാസ്സിലോട്ട് ഓർമ്മകൾ പോയോ? ഓക്കെ, ആ സംഭവം തന്നെയാണ് ഇത് തന്നെ. പക്ഷേ എസ്എ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുക. അന്ന് നമുക്ക് ചെറിയ ചെറിയ മാർക്കിനാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് മക്കളെ എസ്എ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ഭാഗമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി പഠിച്ചാലോ മക്കളെ? നോക്കണേ, ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ നോക്കേണ്ടത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പഠിക്കേണ്ടത് ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരമാണ് ഏതെന്ന് പറയുന്നത്. ഏത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലുള്ള ആദ്യത്തെ നാഷണൽ മൂവ്മെന്റ് ആണ് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന്. ഒരു പോയിന്റ് പഠിച്ചില്ലേ മക്കളെ? ഒരു പോയിന്റ് പഠിച്ചില്ലേ? രണ്ടാമത്തെ പോയിന്റോ, റൗലറ്റ് ആക്ട് എന്നിട്ടുള്ള ഒരു ആക്ട് വന്നിരുന്നു. ആ റൗലറ്റ് ആക്ട് കൊണ്ടാണ് എങ്ങോട്ടേക്ക് വന്നത്? ഗാന്ധിജി ലോക്കൽ ഏർലി സ്ട്രഗിളിൽ നിന്നും ഏത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് വരാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത്. അതും സെറ്റാണോ മക്കളെ? അതും സെറ്റാണോ? നോക്കാം. പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് വരാനിടയാക്കിയ മറ്റ് സാഹചര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടേഴ്സ് ലീഡിങ് ടു ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ദ ഫസ്റ്റ് വേൾഡ് വാർ, ലോസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ്. എന്താണ് മക്കളെ? ഫസ്റ്റ് വേൾഡ് വാറും അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധവും അതുപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പല പല നിയമങ്ങളുണ്ടായിരുന്നു. പല പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതും നമ്മുടെ എന്തായിരുന്നു? നോൺ കോപ്പറേഷനിലേക്ക് നയിച്ചാണ്. ആ നിയമങ്ങളാണ് മക്കളെ ഏത്? റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. കണ്ടോ? ഇൻട്രൊഡക്ഷൻ ഓഫ് റൗലറ്റ് ആക്ട്. അപ്പോൾ നോക്കണേ മക്കളെ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റി പഠിക്കുമ്പോൾ അതിലേക്ക് നയിച്ച ഘടകങ്ങൾ ചോദിക്കുമ്പോൾ റൗലറ്റ് ആക്ട്. ഏത് വർഷമാണ് റൗലറ്റ് ആക്ട് മക്കളെ? 1919 റൗലറ്റ് ആക്ട്. എന്താണ് അതിൽ എന്ന് പറഞ്ഞാൽ, പെർമിറ്റഡ് ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ. വിത്തൗട്ട് ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, വിചാരണ കൂടാതെ തീവ്രവാദം തടയണമെന്ന പേരിൽ എന്ത് ചെയ്യാണ്? ജയിലിൽ അടക്കുന്ന ഒരു സ്ഥിതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഏത്? ഈ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്തു? വിചാരണ കൂടാതെ തീവ്രവാദം എന്ന പേരിൽ എന്ത് ചെയ്തു? ജയിലിൽ അടക്കും. അപ്പോൾ അതിനെയൊക്കെ തുടർന്നിട്ടാണ് ഗാന്ധിജി വന്നത്. അടുത്തതായിരുന്നു മക്കളെ ജാലിയൻ വാലാബാഗ് മസാക്കർ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ റൗലറ്റ് ആക്ടിനെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചാബിലെ അമൃത്സറിൽ എന്ത് ചെയ്തു? ഒരു റാലി നടത്തിയിരുന്നു, ഒരു മാർച്ച് നടത്തിയിരുന്നു. അതിനെതിരെ എന്ത് ചെയ്തിരുന്നു? അവിടെ ഒരു മൈതാനത്ത് വെച്ച് ജനറൽ ഡയർ എന്ത് ചെയ്തു? വെടിവെച്ചു. എല്ലാവരും കൂടി ഓപ്പൺ ഫയർ നടത്തി. അങ്ങനെ ഒരുപാട് ആളുകൾ, 400 സംതിങ് ആളുകളൊക്കെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. അതും ഏതിലേക്ക് നയിച്ചു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലേക്ക് നയിച്ചു. സക്സസ് ഓഫ് റൗലറ്റ് സത്യാഗ്രഹ ആൻഡ് ഗാന്ധി ഈസ് കോൾ ഫോർ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. റൗലറ്റ് സത്യാഗ്രഹത്തിന്റെ വിജയവും അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലുള്ള ഗാന്ധിയുടെ ആഹ്വാനം എന്ത് ചെയ്തു? ഏതിലേക്ക് നയിച്ചു? വളരെയധികം നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചു. അത് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ മക്കളെ, എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം മക്കളെ? കോർട്ടുകൾ ബോയ്ക്കോട്ട് ചെയ്തു. ആര്? വക്കീലന്മാർ കോർട്ടുകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്കൂളുകളൊക്കെ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു, അല്ലെങ്കിൽ വിദ്യാലയങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. അതുപോലെ തന്നെ മക്കളെ എന്ത് വെച്ചാൽ പല പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ എന്ത് ചെയ്തു? തൊഴിലാളി വർഗ്ഗങ്ങൾ സ്ട്രൈക്ക് നടത്തി, അല്ലെങ്കിൽ പണിമുടക്കം നടത്തി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹിൽസ് ട്രൈബ് നോർത്തേൺ ആന്ധ്ര, മക്കളെ വടക്കൻ ആന്ധ്രയിലുള്ള അവിടെയുള്ള ട്രൈബ്സ് എന്ത് ചെയ്യാണ്? വന നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അത് ലംഘിച്ചുകൊണ്ട് ഫാമേഴ്സ് ഇൻ അവധ് റിഫ്യൂസ്ഡ് ടു പേ ടാക്സസ്. അല്ലേ? ഫാമേഴ്സ്, അവധ് എന്നുള്ള സ്ഥലത്തുള്ള ഉത്തർപ്രദേശിലെ അവധിലെ ഫാമേഴ്സ് എന്ത് ചെയ്യാണ്? നമ്മളെ നികുതി, ടാക്സ് കൊടുക്കാൻ വിസമ്മതിച്ചു. ദിസ് പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് വെയർ സംടൈംസ് ക്യാരിഡ് ഔട്ട് ഇൻ ഡിഫൈൻസ് ഓഫ് ദി ലോക്കൽ നാഷണലിസ്റ്റ് ലീഡർഷിപ്പ്. അല്ലെ? പ്രാദേശിക ദേശീയ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതുപോലെ തന്നെ ഗാന്ധിജി അടക്കമുള്ളവരെ ഇതെന്ത് ചെയ്തിരുന്നു? ഒരുപാട് ലീഡേഴ്സിനും ഗാന്ധിജി അടക്കമുള്ളവരെ എന്ത് ചെയ്തു? ജയിലിൽ അടക്കുകയും ചെയ്തിരുന്നു. ഇത്രയാണ് മക്കളെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പഠിക്കാനുള്ളത്. അപ്പം മക്കളെ സെറ്റ് അല്ലേ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടി മക്കളെ? ഷുവറായിട്ടും എസ്എ ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ 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 ബൈ.